ഗായ്സ് അങ്ങനെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. നമുക്ക് ഇന്ന് കൊടുകുത്തിമല മലയ്ക്ക് എൻട്രൻസിനകത്ത് പ്രവേശനം കിട്ടുമെന്ന് അറിയില്ല, എങ്കിലും നമുക്ക് പോയി നോക്കാം. കാറിലൊക്കെ ചാറ്റ കാണിക്കില്ല. ഗായ്സ്, പുതിയ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊടുകുത്തിമലയ്ക്ക് കേട്ടോ. മലപ്പുറം ജില്ലയുടെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടുകുത്തിമലയിലേക്ക് നമ്മൾ 3 തവണ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ ഒരു തവണ മൂന്നാമത്തെ തവണ പോയിട്ട് അവിടെ മല മുകളിൽ ഈ എക്സ്ട്രാ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആരും അവരുടെ സെക്യൂരിറ്റിയിലുള്ള ആളുകളല്ലാതെ, പണിക്കാർക്കും അല്ലാതെ മറ്റൊരു ആളുകൾക്കും അവിടെ മുകളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ കയറി പോകുന്ന ഈ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെ ഉണ്ടല്ലോ, ഇത് തന്നെ ശരിക്കൊരു വേറൊരു ഫീലാണ്, ഒരു റേഞ്ച് ഫീലാണ് നമുക്ക് തരുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിനടുത്തുള്ള സിറ്റി ടൗൺ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാട്ടാ. പെരിന്തൽമണ്ണയിൽ നിന്ന് വെറും 12 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. നമുക്ക് ദൂരെ കൂടുതലൊന്നും തോന്നില്ല. 12 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുമ്പോൾ ഇവിടുന്ന് നമ്മൾ എടുക്കേണ്ട ഒരാൾക്ക് ടിക്കറ്റ് 40 രൂപയാണ്. കുട്ടികളാണെങ്കിൽ അവർക്ക് 20 രൂപ മതി. പിന്നെ ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ടവർ ഉണ്ട്, ഒരു 3 നില ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു വാച്ച് ടവറാണ്. 1921 കാലഘട്ടത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് അവരുടെ പ്രധാന ഒരു സിഗ്നൽ പോയിന്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൊടുകുത്തിമല. ആ ഹിൽ സ്റ്റേഷനിൽ ബ്രിട്ടീഷുകാർ ഒരു കൊടി നാട്ടി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ഒരു ഹില്ലിന് കൊടുകുത്തിമല വ്യൂ പോയിന്റ്, കൊടുകുത്തിമല എന്നുള്ള പേര് വരാനുള്ള കാരണം. നമ്മളങ്ങനെ ടോപ്പിൽ എത്തിയ സമയം നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ പിന്നെ ബച്ചാന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ കൊടുകുത്തിമല ഇക്കോ ടൂറിസം ക്ലോസ് ആണ്. ഇനി ജൂൺ മാസം 1-ാം തീയതിയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി ഒരു ചായയും അതുപോലെ തന്നെ കാടാമുട്ട ഫ്രൈ ഉണ്ട്, അത് ഞാനും കഴിച്ചു. മച്ചാന് 1-2 ബിസ്ക്കറ്റും കാര്യങ്ങളും എടുത്ത് അവനും കഴിച്ചു. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ലൊരു കിടുക്കാച്ചി സ്പോട്ട് കണ്ടിട്ടാ, നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ ഇവിടെ നിന്ന് 1-2 ഫോട്ടോസും റീൽസിനായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരുപാട് സമയമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഒരുപാട് സമയം ഇരുന്നു. എത്ര ആളുകളാണ്, ഒരുപാട് ആളുകളാണ് ഈ മലമുകളിൽ എത്തിയിട്ട് തിരിച്ചു പോകുന്നത്. അവിടെ വർക്ക് എനിക്ക് തോന്നുന്നു മുന്നേ 3 മാസമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 522 അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള ഈ കൊടുകുത്തിമലയിലേക്ക് മറ്റൊരു ദിവസം നമുക്ക് അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും വരണം. ഇതുവരേക്കും സൈനിങ് ഔട്ട്.